ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഒരു നാടൻ മട്ടൻ കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മട്ടൻ കറി ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയോ അല്ലെങ്കിൽ അടിക്കട്ടി ഉള്ള ഒരു പാത്രം എടുക്കാം. കുറച്ച് സമയം കൂടുതലെടുക്കുന്നു മാത്രം. നമുക്ക് ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ഇവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതോടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോവും. അപ്പോൾ സവാളയും ചുവന്നുള്ളി ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം എല്ലാം മാറി സവാളയും ചുവന്നുള്ളിയിൽ നന്നായിട്ടങ്ങ് വഴന്ന് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിക്കും, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ തക്കാളി ചേർക്കുന്ന സമയത്ത് അത് ശരിയായി വന്നോളും. അപ്പോൾ സവോളയും ചുവന്നുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കണം. തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ആയിരിക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഞാൻ വടിച്ചല്ല എടുത്തിരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് കുമിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ 1/2 കിലോ മട്ടൻ ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മട്ടനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഒന്ന് വെളിയിൽ വരണം. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ ഇവിടെ മട്ടനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ടൻ്റെ ഒരേ ലെവലിൽ നിൽക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലും കളഞ്ഞിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മട്ടൻ ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി കറക്റ്റായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. മട്ടൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.